കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് തീപിടുത്തം. നിരവധി കടകൾക്ക് തീപിടിച്ചു. തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നിലവിലെ സാഹചര്യം? രോഹിണി, കണ്ണൂർ തളിപ്പറമ്പിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ചെറിയ തോതിൽ തുടങ്ങിയ തീ ബിൽഡിംഗിലെ മറ്റ് കെട്ടിടങ്ങളിലേക്ക് പടരുകയായിരുന്നു. മറ്റ് ഷോപ്പുകളിലേക്കൊക്കെ തന്നെ പടർന്ന് ബിൽഡിംഗ് മൊത്തത്തിൽ തീ വിഴുങ്ങിയ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം ഈ ഫയർഫോഴ്സ് തീ പിടിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ വിളിച്ചതാണ്. പക്ഷെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത് വൈകിയതാണെന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാൽ മാത്രമേ നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കൂ എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ഫയർ എഞ്ചിനുകൾ എത്തിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു തീപിടുത്തം തന്നെയാണ്. ആ സമീപ പ്രദേശത്തെ കടകളിലേക്കൊക്കെ തീ ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും ഈ പ്രദേശത്തെ മറ്റ് കടകളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചു മാറ്റിക്കൊണ്ട് അപകടം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ തീ ഇപ്പോൾ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ഈ ഒരു ചെറിയൊരു കടയിൽ നിന്നാണ് തീ ഉയർന്നത് എന്നാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. പിന്നീട് ആ തീ മറ്റ് കടകളിലേക്ക് പടരുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമായെന്നൊരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ അധികൃതർ പങ്കുവെക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സംയുക്തമായ നീക്കത്തിനാണ് ഇപ്പോൾ ഈ തീപിടുത്തത്തിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പോലീസ് ഉൾപ്പെടെ പറയുമ്പോൾ പോലും ഇതിനകത്ത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നു. അതെ മിഥുൻ, വലിയൊരു തീഗോളം തന്നെയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല അടുത്തടുത്ത നിരവധി കടകളുമുണ്ട്. തീ വളരെ ശക്തമായി തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തീ ഒരു പരിധിവരെ അത് അണയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത കടകളിലേക്ക് കൂടി വ്യാപിക്കുന്ന തരത്തിലേക്ക് ആളി കത്തുന്ന സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? ഉയർത്തുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ തീ മറ്റ് ഷോപ്പുകളിലേക്കും ഒക്കെ ഇങ്ങനെ തുടർച്ചയായി പടർന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് കടകളിലേക്കും കൂടി തീയുടെ വ്യാപ്തി കൂടാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഈ 5 യൂണിറ്റ് ഫയർഫോഴ്സ് പരിശ്രമിച്ചിട്ടും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ ഫയർഫോഴ്സ് അധികൃതരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആശങ്കയായി നിലനിൽക്കുന്നത് മറ്റ് കടകളിലേക്ക് കൂടി തീ പടരുമോ, അത് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമോ എന്നൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം തളിപ്പറമ്പ് നഗരമാണ്, വളരെ ഇടുങ്ങിയൊരു സ്ഥലം കൂടിയാണ്. ആ ഒരു പ്രദേശത്ത് മറ്റ് കടകളിലേക്ക് തീ പടർന്നു കയറാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഫയർ എഞ്ചിനുകൾ എത്തിച്ച് മിഥുനിലേക്ക് എത്താം. കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിരവധി കടകൾക്ക് തീ പിടിച്ചു. തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ വലിയ രീതിയിൽ തന്നെയാണ് തീ ഇപ്പോൾ ആളിപ്പടർന്നിരിക്കുന്നത്. ഏറെ ആശങ്കയുളവാക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് തൊട്ടടുത്തു തന്നെ നിരവധി കടകളുണ്ട്. ചേർന്ന് തന്നെയാണ് അവിടെ കടകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീ പടരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് മാത്രമല്ല ഇതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളൊരു ഭീതിയും നിഴലിക്കുന്നുണ്ട്. പരമാവധി പേരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞു. തൊട്ടടുത്ത കടകളിലുള്ളവരെയും ഒക്കെ പുറത്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും അബദ്ധവശാൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയം നിഴലിക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള കറുത്ത പുകയും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം തീയെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ്. നിരവധി മറ്റ് യൂണിറ്റുകൾ കൂടി എത്തിയതിനു ശേഷമായിരിക്കും തീ നിയന്ത്രണ വിധേയമാക്കുന്ന സംവിധാനത്തിലേക്ക് കടക്കുക. ഇപ്പോൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് തീ മറ്റ് കടകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ. മിഥുൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്? ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വലിയ രീതിയിൽ തന്നെയാണ് തീ ആളിപ്പടർന്നിരിക്കുന്നത്. മതിയായ സംവിധാനങ്ങൾ ഇനിയും ഒരുക്കേണ്ടതല്ലേ? തീർച്ചയായും രോഹിണി, ഇനിയും സൗകര്യങ്ങൾ ആവശ്യമാണ്. കാരണം ഈ തീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മറ്റ് കൂടുതൽ കടകളിലേക്ക് വ്യാപിക്കാനൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്
കൂടുതൽ സൗകര്യങ്ങൾ വേണം, കൂടുതൽ ഫയർ എഞ്ചിനുകൾ വേണം ഈ തീ കെടുത്താനൊരു ആവശ്യം നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് അടക്കം എത്തിയത് അല്പം വൈകിയാണെന്നൊരു വിമർശനം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഈ കടകളിലേക്ക് തീ വ്യാപിക്കാനുള്ള കാരണമായി പ്രധാനമായി പറയുന്നതും. ഏതാണ്ട് 30ഓളം കടകൾക്ക് ഈ കെട്ടിടത്തിനുള്ള 30ഓളം കടകൾ ഇപ്പോൾ ഈ ഒരു തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റ് കടകളിലേക്ക് തീ ആളിപ്പടരാതിരിക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പ് ദേശീയപാതയോട് ചേർന്നുകൊണ്ടുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായി തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മറ്റ് കടകളിലേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. ആ സാഹചര്യം ഒഴിവാക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഫയർ എഞ്ചിനുകൾ എത്തിച്ചുകൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമവും നടത്തുന്നു. അതായത് ഇപ്പോൾ തളിപ്പറമ്പ് പയ്യന്നൂർ മേഖല, പയ്യന്നൂർ, പെരിങ്ങോം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫയർ എഞ്ചിനുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. തീയുടെ വ്യാപ്തി കണ്ടെത്തി വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ വലിയ സജ്ജീകരണങ്ങൾ നീക്കം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ ഈ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ മുന്നിലുണ്ട്. രോഹിണി. അതെ മിഥുൻ, അതോടൊപ്പം ഇപ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ റോഡിന് ഇരുവശവുമായി ഒക്കെ കാണുന്നുണ്ട്. ഇവരൊക്കെ ഇത് കാണുന്നതിനുള്ള കൗതുകം കൊണ്ടും കുറേ പേർ രക്ഷാപ്രവർത്തനത്തിനുമായിട്ടൊക്കെ തടിച്ചുകൂടിയിരിക്കുകയാണ്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമൊന്നും അവിടെ ഒരുക്കിയിട്ടില്ല. പൊതുജനങ്ങളെ നിയന്ത്രിക്കുന്നതടക്കം പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? കാരണം ഇപ്പോഴും ആളുകൾ ഇതിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. വലിയൊരു തീപിടുത്തമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുകയാണെങ്കിൽ അപകടം കൂടുതൽ വ്യാപകം അല്ലെങ്കിൽ വ്യാപ്തി വർദ്ധിക്കുന്ന ഒരു തലത്തിലേക്ക് നീങ്ങുകയില്ലേ? തീർച്ചയായും അങ്ങനൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ആളുകളെ നിയന്ത്രിക്കാൻ തുടക്കഘട്ടത്തിൽ തന്നെ ആളുകളെ നിയന്ത്രിച്ച് അവിടെ നിന്ന് മാറ്റി അപകടരഹിതമാക്കാനൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് പക്ഷേ വേണ്ടത്ര വിജയം കണ്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും സജീവമായി തന്നെ ഈ പ്രദേശത്ത് ആളുകൾ നിൽക്കുന്നു. കൂടാതെ ആളുകൾ ഈ പോലീസിനെയും ഫയർഫോഴ്സിനെയും സഹായിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ തീകെടുത്താനുള്ളൊരു സാഹചര്യം കൂടുതൽ എളുപ്പമാക്കി എന്നുകൂടി പറയേണ്ടതുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള തീപിടുത്തം തന്നെയാണ് കണ്ണൂർ തളിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ആ തീപിടുത്തം പരമാവധി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഫയർ എഞ്ചിനുകൾ എത്തിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ളൊരു നീക്കം തന്നെയാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശരി മിഥുൻ, തുടരുക. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിലാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല, നിരവധി കടകൾക്ക് തീ പിടിക്കുകയും ഇപ്പോഴും തീ ഇങ്ങനെ ആളിപ്പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. തീ കെടുത്താനുള്ള ശ്രമം തുടരുന്നുണ്ട് എങ്കിൽ പോലും നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യം തന്നെയാണ്. മിഥുനിലേക്ക് വീണ്ടും പോകുന്നു. മിഥുൻ, ഈ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്ന് പറയുമ്പോൾ വളരെ വേഗം തീ ആളിപ്പെടാനിടയായ സാഹചര്യം. ഈ കടകളിലൊക്കെ പ്രധാനമായും എന്ത് വ്യാപാരം നടത്തുന്നവരാണ്? അതുമാത്രമല്ല അടുത്തുള്ള കടകളുമൊക്കെ അത്തരത്തിലുള്ളത് തന്നെയാണോ? ഇത് എല്ലാത്തരം സാധനങ്ങളും ലഭിക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. പല കടകളുണ്ട്. ആ കടകളിലൊക്കെ തന്നെ എല്ലാത്തരം സാധനങ്ങളും ലഭ്യമാക്കുന്ന രീതിയിലുള്ള കടമുറികൾ തന്നെയാണുള്ളത്. എല്ലാവിധ സാധനങ്ങൾ കിട്ടുന്ന കടമുറികൾ തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. നമ്മൾ അല്പ സമയത്തിനകം തന്നെ ഈ ഒരു പ്രദേശത്തെത്തും. നമുക്ക് സ്ഥലത്തു നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് അല്പ സമയത്തിനകം തന്നെ നൽകാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രോഹിണി. മിഥുൻ, അതോടൊപ്പം നിലവിൽ ഇപ്പോൾ എത്ര യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയിട്ടുണ്ട്? നിലവിലുള്ള ഫയർ എഞ്ചിനുകൾ തീ അണയ്ക്കാൻ പര്യാപ്തമല്ല എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും നിലവിലുള്ള ഫയർ എഞ്ചിനുകൾ കൊണ്ട് മാത്രം തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. ഏതാണ്ട് 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രദേശത്തുണ്ട്. എന്നാൽ ഇത് മാത്രം പോരാ. കാരണം നഗര ഹൃദയത്തോട് ചേർന്ന വലിയൊരു കടമുറി ഷോപ്പിംഗ് കോംപ്ലക്സിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കണമെങ്കിൽ കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലം കണക്കിലെടുത്ത്
കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ അധികൃതരും ഉള്ളത്. നമ്മൾ ഈ ഒരു ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടുമായി ചേരാൻ വേണ്ടി സാധിക്കും. ലൈവ് ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രോഹിണി. ഇപ്പോൾ നിലവിൽ 5 യൂണിറ്റ് ഫയർ എഞ്ചിൻ യൂണിറ്റുകളുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, കൂടുതൽ യൂണിറ്റുകൾ എത്തിയാൽ മാത്രമേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിക്കൂ. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു പ്രദേശത്ത് ഇപ്പോഴും അതെ, തീർച്ചയായും മിഥുൻ, നമുക്ക് തത്സമയ വിവരങ്ങളും അതോടൊപ്പം തന്നെ അവിടെ ഉള്ളവരുടെ പ്രതികരണവും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. കണ്ണൂർ ബസ് സ്റ്റാൻഡിലാണ്, കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിരവധി കടകളാണ് ഇതിനോടകം തന്നെ തീപിടിച്ച് കത്തി നശിച്ചിരിക്കുന്നത്. തീ കെടുത്താനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തീ വളരെ പെട്ടെന്ന് വലിയ രീതിയിൽ ആളിപ്പടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി കടകളിലേക്കാണ് തീ ആളിപ്പടർന്നത് എന്ന് മാത്രമല്ല വലിയൊരു തീഗോളമായി മാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. നിലവിൽ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഫയർഫോഴ്സ് സംഘത്തിന് കൃത്യമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ യൂണിറ്റുകൾ അവിടെ എത്തേണ്ടതിൻ്റെ ആവശ്യകതയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അവിടെയുള്ള പരിസരവാസികളെയും അല്ലെങ്കിൽ കടയിൽ ഉണ്ടായിരുന്നവരെയും ഒക്കെ ഒഴിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആരെങ്കിലും അബദ്ധവശാൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതും ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. വലിയ രീതിയിൽ തന്നെ തീ ആളിപ്പടരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മിഥുനിലേക്ക് പോകാം. മിഥുൻ, അവിടെ വലിയ രീതിയിൽ തന്നെയാണ് തീ ആളിപ്പടരുന്നത്. ജനങ്ങളെ നിയന്ത്രിക്കാനായി പോലീസും നന്നേ പാടുപെടുന്നുണ്ട്. അതോടൊപ്പം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഏതു രീതിയിലാണ് ഇനിയിപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കേണ്ടത് അല്ലെങ്കിൽ നടക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ ഇവിടെ ഭാഗത്ത് തീ കെടുത്താനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴും വലിയ തോതിൽ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കടകളുണ്ട്, വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ദൃശ്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏതാണ്ട് പൂർണ്ണമായും ദൃശ്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആ ഭാഗത്തുനിന്ന് തുടങ്ങിയ തീ പിന്നീട് ഈ മുഴുവൻ കെട്ടിടത്തിലേക്ക് മുഴുവനായി ആളിപ്പടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ളൊരു തീപിടുത്തം തന്നെയാണ് തളിപ്പറമ്പിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ തീ പിടിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തൊട്ട് മുന്നിലായി ഒരു ട്രാൻസ്ഫോമർ കൂടിയുണ്ട്. ഈ ഫയർഫോഴ്സ് ഇപ്പോൾ ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകടം ഒഴിവാക്കാനുള്ളൊരു നീക്കം തന്നെയാണ് പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ഭാഗത്തുണ്ടായ ഈ കൂടി ഇന്ന് ആളുകളെ മാറ്റാനുള്ളൊരു നീക്കം ഇവിടെ ഉണ്ടായത്. നമ്മളിപ്പം കൗൺസിലർ തളിപ്പറമ്പ് നഗരസഭ കൗൺസിലർ കൂടിയുണ്ട്. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഏകദേശം ഒരു 5 മണിയോടുകൂടി ആദ്യം ഉണ്ടായത് ചെറിയൊരു ഇതായിരുന്നു. അപ്പോൾ അത് യഥാസമയം കെടുത്താതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തീപിടുത്തത്തിലേക്ക് നീങ്ങിയത്. ഇപ്പം ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഫയർഫോഴ്സ് എത്താൻ വേണ്ടി വൈകിയിരുന്നു. ഫയർഫോഴ്സ് തളിപ്പറമ്പ് യൂണിറ്റിലെ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്ന് മാത്രം എന്നാണ് തോന്നുന്നത്. അവർ എത്താൻ വൈകിയതാണ് ഈ തീ ഇത്ര ആടിപ്പെടാൻ കാരണം. ഇവിടെ എത്ര കടമുറികളുണ്ട്? ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലോ? ഇവിടെ ആളുകൾ ഉണ്ടോന്നുള്ളത് വ്യക്തമല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ തീ പടർന്ന ശേഷം ആൾക്കാർ മാറിയിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും ഇവിടെ ഏകദേശം ഒരു 25-30ഓളം കടകൾ പൂർണ്ണമായിട്ടും കത്തി. ഒരു വലിയൊരു കോംപ്ലക്സ് ആണ്. കാരണം ഇതിന്റെ ഭീതി എന്ന് പറഞ്ഞത് ഹൈവേ മാത്രമല്ല, ഹൈവേയുടെ ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന മെയിൻ റോഡ് ഭാഗത്ത് വരെ ഈ തീ പടർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഹൈവേ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഹൈവേന്റെ അപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ മെയിൻ റോഡ് ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും തീ പടർന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അപകടമൊന്നുമില്ലാതെ കൂടുതൽ യൂണിറ്റുകൾ വേണമെന്ന ആവശ്യം കൂടുതൽ യൂണിറ്റുകളെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ആ സംവിധാനം ഇവിടെ SP എത്തിയിട്ടുണ്ട്. SP ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. നന്ദി സുരേഷ്. ഏതായാലും ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ സംസാരിച്ച തളിപ്പറമ്പ് നഗരസഭ കൗൺസിലറാണ്. അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണ്. ഇവിടെ ഏതാണ്ട് 10-30ഓളം കടകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോഴും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഉള്ളിൽ നമുക്ക് തീയുടെ ഒരു പ്രതിഫലനം കാണാൻ സാധിക്കും. ഉള്ളിൽ വലിയ തോതിൽ ഇപ്പോഴും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നൊരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീ കെടുത്തുന്ന സമയത്ത് മുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വീഴുന്ന ദൃശ്യം തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ആശങ്ക
ആശങ്കാജനകമായൊരു സാഹചര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ ഒരു ഭാഗം ഏതാണ്ട് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയുള്ള മറ്റ് ഒരു കെട്ടിടവും കൂടി കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് തളിപ്പറമ്പിനെ സംബന്ധിച്ചുള്ളത്. തളിപ്പറമ്പ് നഗര ഹൃദയത്തിലുള്ള കെട്ടിടത്തിനാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. തീയുടെ ഒരു കാഠിന്യം കാരണം കൊണ്ട് തന്നെ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ആ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുതന്നെയാണ് തീയുടെ നമുക്ക് ഈ ചവിട്ടുന്ന നിലത്തൊക്കെ അത്രയധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീയുടെ കാഠിന്യം അത്രയേറെ വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. ഏതായാലും ഉദ്യോഗസ്ഥരും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ സംയുക്തമായി ഈ പ്രദേശത്ത് ഇപ്പോൾ തീ കെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ മുകളിലൊക്കെ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മുകളിലേക്കൊക്കെ എങ്ങനെ കയറി ഇത് ഉടനെ കെടുത്താൻ സാധിക്കുമെന്നൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വേണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഒന്നടങ്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് രോഹിണി ഇപ്പോൾ.